ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹെബ്രായർ 12-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ്. പലരും ഓട്ടത്തിൽ തളർന്നു പോകും. പലരും ഓട്ടം നിർത്താതെ പിന്നെയും ഓടിക്കൊണ്ടേയിരിക്കുന്നവരുമുണ്ട്. മറ്റു പലര് ഓട്ടത്തിൽ തളർന്ന് വീഴുന്നവരുമുണ്ട്. അങ്ങനെ ആ ഓട്ടം നിർത്തുന്നവരുമുണ്ട്. കർത്താവ് പറയുന്നത് നിങ്ങൾ ആ ഓട്ടം നിർത്തരുത് എന്നാണ്. 12-ാം അധ്യായം 1-2 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ഈ 2 വാക്യങ്ങളിൽ പറയുന്നത് നമ്മുടെ ചുറ്റും ഒരു സാക്ഷി സമൂഹമുണ്ട്. ആ സാക്ഷി സമൂഹവും പാപബന്ധനവും ഒക്കെ ഉണ്ട്. ആ പാപവും ബന്ധനങ്ങളും എല്ലാം ഓർക്കാതെ അതെല്ലാം ഉപേക്ഷിച്ച് വേണം നമ്മൾ ഓടാനായിട്ട്. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഭാരമുണ്ടായിരിക്കും. ആ ഭാരമെല്ലാം ദൈവം മാറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ പ്രശ്നങ്ങളും നിരാശയേറുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അതിനെ ഒന്നും നോക്കാതെ വേണം നമ്മൾ ഓടാനായിട്ട്. നമ്മൾ കണ്ണ് എവിടെയായിരിക്കണം? നമ്മുടെ കണ്ണ് എപ്പോഴും ദൈവത്തിലായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കൊണ്ടുവേണം നമ്മൾ ഓടാൻ. അതാണ് വചനവും പറയുന്നത്. മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഭാരം വരാം. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴും പ്രയാസവും പ്രശ്നങ്ങളും എല്ലാം നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനോട് നോക്കിയിരിക്കാനേ പിന്നെ പറ്റത്തുള്ളൂ. നമ്മുടെ നോട്ടം, നമ്മളുടെ കണ്ണെപ്പോഴും ദൈവത്തിലായിരിക്കണം, യേശുവിലായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അതിനാണ് പറയുന്നത് ആരംഭകനും പൂർത്തീകരിക്കുന്നവനുമായ ദൈവം. നിങ്ങളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, നിങ്ങളെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് പറയുന്നത് നിങ്ങൾ ഈ പ്രശ്നങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് അതിനെ ഒന്നും നോക്കാതെ വേണം നിങ്ങൾ ഓടുക. എന്നിലേക്ക് നിൻ്റെ കണ്ണുകൾ എന്നിലേക്ക് ആയിരിക്കട്ടെ. എന്തിനാ എന്നിലേക്ക് വെക്കാൻ പറയുന്നത്? വെറുതെ പറയുകയാണോ എന്നെപ്പന്നെ നോക്കിയിരുന്നാൽ മതിയെന്ന്? കാരണം നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ എല്ലാം നിങ്ങൾ മാറ്റി നിർത്തി നീ എന്നിലേക്ക്, ദൈവത്തിലേക്ക് നിൻ്റെ കണ്ണ് വയ്ക്കുമ്പോൾ നിനക്ക് തരുവാൻ ശക്തനായവനാണ് എന്ന് നിനക്ക് പറഞ്ഞു തരും കൂടിയാണ്. നിൻ്റെ പ്രശ്നങ്ങളെ, നിൻ്റെ പ്രയാസങ്ങളെ എല്ലാം മാറ്റി നിന്നെ ശക്തീകരിക്കുവാൻ ഞാൻ മതിയായവനാണ് എന്ന് ദൈവം പറയുകയാണ്. പിന്നീട് തുടർന്ന് പോകുമ്പോൾ ഈ അധ്യായം പറയുന്നത് കഷ്ടതകളെക്കുറിച്ചാണ്. കഷ്ടതകൾ നിൻ്റെ ജീവിതത്തിൽ വരുന്നത് നിന്നെ ശിക്ഷിക്കുവാനോ വേണ്ടിയിട്ടല്ല, നിന്നെ പരിശീലിപ്പിക്കുവാനാണ്, നിനക്ക് ചില ബോധ്യങ്ങൾ തരുവാൻ വേണ്ടിയിട്ടാണ്. പല സമയത്തും അപ്പൻ തൻ്റെ മക്കളെ ശിക്ഷിക്കാറുണ്ട്, തിരുത്താറുണ്ട്. അത് അവൻ്റെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ്, നല്ലത് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം നിനക്ക് ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അതൊരു പരിശീലനമായിട്ട് കരുതുക. നിനക്ക് ആ ഏത് പ്രശ്നത്തിൽ കൂടെ ആണെങ്കിലും നിനക്ക് അതിൽ നിന്നും ഓവർകം ചെയ്യുവാനുള്ള ഒരു ട്രെയിനിങ് പീരീഡായിട്ട് കരുതുക. നിങ്ങൾ അതിലൂടെ ശക്തരായി തീരുകയാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നീ വേവലാതിപ്പെടേണ്ട. കാരണം നീ അണ്ടർ ദ ഫുൾ കൺട്രോൾ ഓഫ് ഗോഡ്. യു ആർ അണ്ടർ ഫുൾ കൺട്രോൾ ഓഫ് ഗോഡ് എന്ന് വിശ്വസിക്കുക. അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കുലുങ്ങാത്ത രാജ്യമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറിയേക്കാം, പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിൻ്റെ മുമ്പിലുള്ള ആളുകളും ഒക്കെ മാറിയേക്കാം. പക്ഷെ നിൻ്റെ ഓട്ടം നിർത്തരുത്. നീ കുലുങ്ങാത്ത, എന്നും മാറാത്ത ആ ദൈവത്തിൻ്റെ രാജ്യത്തെ ഉറ്റുനോക്കി വേണം നിൻ്റെ ഓട്ടം. അതുകൊണ്ട് ഓട്ടം നിർത്തരുത്. ദൈവത്തിലേക്ക് കണ്ണുകൾ വെച്ചുകൊണ്ട് തന്നെ നീ ഓടുക. നിൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം താൽക്കാലികമാണ്. നിന്നെ അതൊന്നും വിഴുങ്ങത്തില്ല. ധൈര്യമായിട്ടിരിക്കുക. നിൻ്റെ കൂടെ കർത്താവുണ്ട്. ഗോഡ് ബ്ലെസ് യു ഓൾ.